ഷിജു ഖാനൊക്കെ പൊതുവെ ഈ ഡിവൈഎഫ്ഐയുടെ പ്രമുഖ നേതാവാണ്. അദ്ദേഹമൊക്കെ പൊതുവെ വലിയ രീതിയിൽ തന്നെ ഹിന്ദുത്വ ഫാസിസം, ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ വിഷയം വന്നപ്പോൾ മൂപ്പർക്ക് വാക്യങ്ങൾ പ്രയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ മനുഷ്യൻ കുറച്ച് സമയമൊക്കെ പ്രസംഗിച്ചു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട്. ഒരു കറുത്ത ബാനറൊക്കെ ആയിട്ടാണ് വന്നത്. ആ കറുത്ത ബാനറിൽ തെമ്മാടികൾക്ക് മാപ്പില്ല എന്നുള്ളതാണ്. ഏത് തെമ്മാടികളെന്ന് വ്യക്തമാക്കുന്നേ ഇല്ല. ഡിവൈഎഫ്ഐയുടെ ആംബുലൻസ് കത്തിച്ച തെമ്മാടികൾക്ക് മാപ്പില്ല. അതുമാത്രമല്ല, മൂപ്പരുടെ പ്രസംഗം കത്തിക്കയറിയെങ്കിലും ആരാണിത് ചെയ്തതെന്ന് മനസ്സിലാകണമെങ്കിൽ ഏറ്റവും അവസാനം ഒരു തവണ എന്തോ പേരിനൊന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട് ഈ ഷിജു ഖാൻ, ഈ STP എന്ന പേര്. പക്ഷേ ആദ്യമൊക്കെ ഇങ്ങനെ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള വർഗീയ വലതുപക്ഷ സാമൂഹിക വിരുദ്ധ സംഘങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവരെ അഭിസംബോധന ചെയ്തത്. പോസ്റ്റുകളിലും CPM നേതാക്കളുടെ പുലികളായുള്ള വിപ്ലവ സിംഗങ്ങളായുള്ള CPM നേതാക്കളുടെയും DYFI നേതാക്കളുടെ പോസ്റ്റുകളിലൊന്നും എവിടെയും STPയെ കാണാനില്ല. കാരണം STPയെ കുറിച്ച് പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് തന്നെയാണ് മുമ്പും സംഭവിച്ചിരുന്നത്. അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ സദസ്സുകളിലൊക്കെ വർഗീയത തുലയട്ടെ എന്നാണ്. ആരാണ് ഇതിന് പിന്നിൽ? അഭിമന്യുയെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിത ഭീകര സംഘടനയായി പിന്നീട് മാറിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് വകവരുത്തിയത്. പക്ഷേ അതിനെക്കുറിച്ച് എവിടെയും പരാമർശിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്.